ഉഫ് എന്റെ ദൈവമേ, ആ തലയിടിച്ചിട്ട് എന്തൊരു വേദനയാന്ന് ചോദിച്ചാല് തല പൊളിഞ്ഞു പോവുക. അയ്യോ, തലയിടിച്ചിട്ട് എന്തെങ്കിലും പറ്റിയോ അമ്മേ? വേദനയുണ്ടോ? ഓ, ചത്തിട്ടില്ല, ജീവനോടെ ഉണ്ട് തലയിടിച്ചിട്ട്. അതിങ്ങനെ 1-ാം തീയതി ആയിട്ട് രാവിലെ തന്നെ നിന്റെ തിരുമോന്തയല്ലേ കണി കണ്ടത്. നിന്നെ നോക്കി അപ്പുറത്തോട്ട് മാറിയതേ ഉള്ളു, അപ്പൊ തന്നെ ആ കട്ടിലക്കിട്ട് എന്റെ തലയിൽ പിടിച്ചു. ഇനി കണ്ടോ, ഈ വർഷം മുഴുവനും എനിക്ക് ഇനി ഓരോരോ അപകടങ്ങളായിരിക്കും. 1-ാം തീയതി ആയിട്ട് മുന്നോട്ട് തന്നെ വന്ന് നിൽക്കുകയും ചെയ്ത്. എന്റെ ദൈവമേ, എന്നെ മേലോട്ട് കെട്ടിയെടുക്കാൻ വേണ്ടിട്ടാണോ നീ എന്റെ മകന്റെ തലയിലോട്ട് ഇതിനെ കെട്ടിവെച്ചത്? വേദന കൊണ്ട് മനുഷ്യനെ. എന്റെ പൊന്നു വിമലെ, രാവിലെ ഒന്ന് അങ്ങോട്ട് മാറിയതാ, തല കൊണ്ട് കറക്റ്റ് ആ കട്ടിലൊക്കെ ഒറ്റ ഇടിയാ. അയ്യോ, വേദന കൊണ്ട് ഞാൻ അങ്ങേലോം കണ്ടുപോയി. ഒന്നും പറയണ്ട. എന്റെ പൊന്നെ, കട്ടിലക്കെട്ടൊക്കെ തലയിടിച്ചാ നല്ല വേദനയല്ലേ, ജീവൻ പോവും. ശ്രദ്ധിക്കണ്ടായിരുന്നോ നീ? ഇത് എന്നതാടി, ഇവിടെയൊക്കെ വണ്ണാമ്പലയൊക്കെ ഉണ്ടല്ലോ. അപ്പടി ചലന്തി വലയോ? എന്നാ ചേച്ചി ചായ? അതെങ്ങനെയാ? വീടും ഒക്കെ ഒന്ന് തൂത്ത് തുടച്ചൊക്കെ വൃത്തിയാക്കിയിടങ്കിലേ കുടുംബത്തിൽ പറഞ്ഞ വല്ല പെങ്കൊച്ചുങ്ങളെയും കെട്ടിക്കൊണ്ട് വരണം. കുടുംബത്തിൽ പിറന്ന് കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ജീവിച്ച വല്ല പെങ്കൊച്ചുങ്ങളെയും കെട്ടിക്കൊണ്ട് വരണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും വീടും പരിസരവും ഒക്കെ. ആരോട് പറയാൻ വേണ്ടിട്ട്? എന്നെ കൊണ്ട് പറ്റൂല മേലോട്ട് നോക്കാൻ. എനിക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നമുള്ളതാ. അതുകൊണ്ട് മേലെ നോക്കി തൂക്കാനും തുടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല. ഇവിടെ അവനാണെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇതിനെ കൊണ്ടുവന്നിട്ട് അവനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റൂ? ഒക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെയാ. അല്ല, ചായ എങ്ങനെയുണ്ട്? ചായക്ക് ഇച്ചിരി കടുപ്പവും ഇച്ചിരി മധുരവും കുറവുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, കുടിക്കാം. ആ അങ്ങനെ തന്നെയാ കറിയൊക്കെ വെക്കുന്നതും. എരിവും ഉണ്ടായാലും ഉപ്പും ഉണ്ടായാലും മീനാണെങ്കിലും പുളിയും കാണിയാല മുളകും കാണിയാല ഒന്നും കാണിയാല എല്ലാം ലുപ്പതിച്ചേ ഇടത്തുള്ളൂ. അതങ്ങനെ ഈ അനാഥാലയത്തിൽ ജീവിച്ചതല്ലേ, തന്തേ തള്ളയൊന്നും ഇല്ലാതെ. അവിടെ ഇതുപോലെ ലുപ്പതിച്ചല്ലേ ഇതുങ്ങൾക്കൊക്കെ വല്ലതും തിന്നാൻ കൊടുക്കുള്ളൂ. അതുകൊണ്ട് അത് തന്നെ ഇവിടെ വന്നിട്ട് കാണിക്കുന്നത്. ഞാൻ പറയും, ഇവിടെ വന്നിട്ട് അവിടുത്തെ അനാഥാലയത്തിലെ കളിയൊന്നും ഇവിടെ വന്നിട്ട് കളിക്കണ്ട. ഇവിടെ അത്യാവശ്യം എല്ലാം ഇട്ടിട്ടൊക്കെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം എന്ന് ഞാൻ പറയും. പിന്നെ വല്ല കല്യാണോ ആരുടെയെങ്കിലും ഒക്കെ അടിയന്തരമൊക്കെ ഉണ്ടെങ്കിൽ മിച്ചം വരുന്ന ഭക്ഷണമൊക്കെ ഇവർക്ക് കൊണ്ടു കൊടുക്കുമായിരിക്കും. അതിനും വിളിച്ചു പറയായിരിക്കും അവിടെ. ഇതിനൊക്കെ വല്ലതും കിട്ടുമോ എന്ന് ആർക്കറിയാം. അയ്യോ, എന്റെ ഇടി ഒരു പാവം പിടിച്ച പെണ്ണാന്ന് തോന്നല്ലേ. എന്റെ മരുമോളോട് വല്ല ഞാൻ ഇച്ചിരി ഒച്ച ചേർത്തി എന്തേലും ഇങ്ങനെ പറയണം. തലേ കയറി ചെവി തിന്നും. അതിനെ നിന്റെ മരുമോക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരില്ലേ? തന്തയും തള്ളയും ആങ്ങളമാരും ഇല്ലേ? ഇതിനാരെങ്കിലും ഉണ്ടോ? ഇതിനെ ഇവിടെ ഇട്ട് തല്ലി കൊന്നാൽ പോലും ഒരു പട്ടിയും ചോദിക്കാൻ വരികയില്ല. ഒന്നും മിണ്ടിയല്ല, ഞാൻ കേട്ടോണ്ടിരുന്നോളൂ. പിന്നെ എന്നാ ചെയ്യാൻ വേണ്ടിട്ടാ? ഒരു പെണ്ണിനെ കിട്ടണ്ടേ? എന്തോ ഓരോ സ്ഥലത്തൂടെ നടന്നു. ഇതിന് പിന്നെ വലിയ സൗന്ദര്യമൊന്നും ഇല്ലല്ലോ. അത് മാത്രമല്ല, കൂലിപ്പണിയും അല്ലേ. അതുകൊണ്ട് ഒരു പെണ്ണിനെ കിട്ടാനില്ലെന്നേ. പെൺപിള്ളേർക്കെല്ലാം ഗവൺമെന്റ് ജോലിക്കാരെ മതിയില്ലേ. അതുകൊണ്ട് പിന്നെ അന്വേഷിച്ച് ചെറുക്കന് പ്രായം 32 വയസ്സ് കഴിഞ്ഞില്ലേ. പിന്നെ നമ്മുടെ തെക്കേലെ സുമതിന്റെ മോന് 40-45 വയസ്സായിട്ടും കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ നിൽക്കുന്ന പോലെ അങ്ങനെ നിന്ന് പോകുമെന്ന് വിചാരിച്ച് ഞാനും ഇങ്ങനെ പേടിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇരിക്കുമ്പോഴേ ഈ പെണ്ണിനെ വഴി വെച്ച് കാണുന്നത്. ഇവനങ്ങ് ഇഷ്ടപ്പെട്ടു. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അന്വേഷിച്ച് പെറുക്കിയൊക്കെ ചെന്നപ്പോഴത്തേക്കും അല്ലെ അനാഥ പെണ്ണാന്ന് അറിയുന്നത്. പിന്നെ അനാഥാലയത്തിൽ പോയി അവിടുത്തെ മദറിനെ കണ്ട്, പിന്നെ ഇവന്റെ സംസാരവും വിനയവും ഒക്കെ ഇവനിങ്ങനെ ഒരു പാവം പിടിച്ചതാണല്ലോ. അപ്പൊ ഇവനെ കണ്ട് അങ്ങ് പാവം ചെറുക്കനാന്ന് തോന്നി ആ മദർ സമ്മതിച്ച് അങ്ങനെയാ കെട്ടിക്കൊണ്ട് വന്നത്. വല്ല അവിടുന്ന് കൊടുത്തായിരുന്നോ? വല്ല സ്വർണ്ണമായിട്ട് എന്തെങ്കിലും ഒക്കെ കൊടുത്തോ? എന്നാ കിട്ടിയോന്ന്? അതിന്റെ കഴുത്തേലും കാതേലും ഒക്കെ കിടക്കുന്ന കണ്ടില്ലേ? അത് മാത്രമേ ഉള്ളൂ. ആ നൂല് പോലത്തെ മാല, ആ പൊടിക്കമ്മല്, അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാനും വിചാരിച്ചു ഇവരെന്നേലും ഒക്കെ ഇച്ചിരി കൊടുക്കുമായിരിക്കും. ഇവരൊക്കെ അനങ്ങുമ്പോ ഈ പള്ളിയിലൊക്കെ ആയാലും പിരിവും അതും ഇതും ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെന്തേലും ഒക്കെ ഇച്ചിരി കൊടുക്കൂല, 5-6 പവനെങ്കിലും കൊടുക്കൂന്നാണ് ഞാൻ വിചാരിച്ചത്. ആ നൂല് പോലത്തെ മാല, ആ കമ്മല് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പണിയെങ്കിലും ഒക്കെ എടുക്കട്ടെ നല്ലോണം. തുണിയൊക്കെ ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ രസമുണ്ടല്ലോ. തുണിയൊക്കെ ഉണ്ടെന്ന് തോന്നല്ലേ. മര്യാദയ്ക്ക് ഉടുക്കാനൊന്നും തുണിയൊന്നും ഇല്ലായിരുന്നേ. എല്ലാം നരച്ചതോ കുളിച്ചതോ ആരാണ്ടൊക്കെ പഴയത് കൊടുത്തതോ ഒക്കെയാ. എന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ഇട്ടേക്കുന്ന കണ്ടോ, നല്ല ഡ്രസ്സല്ലേ. അവൻ മേടിച്ചു കൊടുത്തതാ. പിന്നെ ഇവിടെ മനുഷ്യന്മാരുടെ മുന്നിൽ ഇറക്കാൻ കൊള്ളണ്ടേ. അവൻ മേടിച്ചു കൊടുത്തത് മാത്രമേ അവന് ഇടിയിക്കുള്ളൂ. അവൾക്കുള്ളതൊക്കെ എന്നതാ, അവിടെ ഇവിടെ ലൂസ് 10 ആളെ കയറ്റാം ചുരിദാറൊക്കെ. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ലൂസുള്ള ആരാണ്ടരൊക്കെ കൊടുക്കുന്നതല്ലേ പഴയത്. അതൊക്കെ നമുക്ക് നാണക്കേടില്ലേ. അതുകൊണ്ട് ഇവിടുന്ന് മേടിച്ചു കൊടുത്തതല്ല, ഒന്നും ഇല്ലെന്നേ. അത് പിന്നെ നമുക്ക് അറിയാൻ മേലെ.
ഈ അനാഥാലയത്തിലൊക്കെ ആരെങ്കിലും നമ്മുടെ അതിലെ കൂടെയൊക്കെ പിരിവിനൊക്കെ വരുന്നില്ലേ തുണിക്കൊക്കെ. ഇവമ്മേ ഞാൻ പറയുക കെട്ടിയില്ലായിരുന്നു, കെട്ടിയില്ലെന്നേ ഉണ്ടായിരുന്നുള്ളെന്ന്. ഇതുപോലെ തന്നെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഉറക്കം പോയി. എന്തൊരു വിധിയാ, പെണ്ണിനെ കിട്ടണ്ടേ. ആ അതെ, പെണ്ണിനെ കിട്ടാനില്ലല്ലോ ആൺപിള്ളേർക്ക്. ആ അനാഥയെങ്കി അനാഥ സാരമില്ലടി, കിട്ടിയല്ലോ ഒരു പെണ്ണിന്, അതോർത്ത് സമാധാനിക്ക്. നീ എന്തിനാ കരയുന്നേ? അമ്മയ്ക്കൊന്നും തീരെ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? ഞാൻ അവിടുത്തെ അമ്മമാരോട് ജീവിച്ചോളൂലായിരുന്നു. എന്തിനാ വെറുതെ? അതിനിപ്പോ എന്താ പ്രശ്നം ഉണ്ടായേ? അമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടമില്ല. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വരെ എന്നെ അപമാനിക്കുക. അനാഥയാണെങ്കിലും ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ, എത്ര ചേട്ടാ സഹിക്കുക. പ്രായമായമ്മ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് നീ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ അത് കണ്ടില്ല എന്ന് വെക്ക്. എന്തായാലും എനിക്ക് അമ്മേനെ വിഷമിപ്പിക്കാൻ പറ്റൂല. നീ അത് വിട്. നാളെ ഞായറാഴ്ചയല്ലേ, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. അമ്മേ, നാളെ ഞായറാഴ്ച ആയതുകൊണ്ടൊരു സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞു ചേട്ടൻ. അപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയോട് പൊക്കോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഞാനിതുവരെ തിയേറ്ററിലൊന്നും പോയിട്ട് സിനിമ കണ്ടിട്ടില്ല അമ്മേ. അവിടെ ഒരു TV ഉണ്ട്, അതിനകത്ത് നല്ല സിനിമയൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് കാണിക്കും. അപ്പൊ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന്. അത് ശരി, ഈ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ ഇപ്പൊ എന്നെ എത്ര വലിയ വിശേഷം ഇരിക്കുന്നത്? ഈ TV കാണുന്ന പോലെ തന്നെ അതിനകത്ത് ഇച്ചിരി വലുപ്പത്തിൽ കാണിക്കും, അത്രേ ഉള്ളൂ. ചുമ്മാ അവിടെ പോയിട്ട് ചുമ്മാ കാശ് കളയാൻ വേണ്ടിയിട്ട്. അവൻ ഈ പോണെന്ന് പറയുമ്പോഴത്തേക്ക് നീ നീ സമ്മതിക്കുന്നത്? വെറുതെ ചുമ്മാ കൂടെ കാശ് കളയിക്കാൻ വേണ്ടിയിട്ട്. നാളെ ഒരു ദിവസം ഞായറാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് അവന് വീട്ടിൽ ഇരിക്കത്തില്ല, എന്തെല്ലാം പണിയുണ്ട് ഇവിടെ. അതെ, ആ തേങ്ങ ഒന്നും പറക്കിയിട്ടില്ല, തേങ്ങ വറക്കാനുണ്ട്. അതുപോലെ ആ റബ്ബറിനൊക്കെ കൊണ്ടേ കുറച്ച് വളമിടാൻ പറ അവനോട്. അല്ലെങ്കിൽ റബ്ബറിനകത്ത് പാലും കാണിയാല ഒന്നും കാണിയല. ഇനിയിപ്പൊ അച്ഛനെ കൊണ്ടൊന്നും പറ്റുന്നില്ല പോയി വളമിടാനൊന്നും. അതുകൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ ഞായറാഴ്ച ഒരു ദിവസം ലീവ് കിട്ടുമ്പോ. എന്നാ പോണ്ടെന്ന് പറഞ്ഞോളാം. പോകാൻ പറ്റിയാലോ ചെന്ന് പറ. ഇല്ലേ, അവളെ പൊക്കി പിടിച്ച് തിയേറ്ററിലോട്ട് പോകാൻ നിൽക്കുന്നു. ഇങ്ങനെ കൊണ്ടുപോയി പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അനാഥയാകും വിചാരം ഉണ്ടായില്ല. മാറി മാറി വരുന്ന എല്ലാ സിനിമയും പിന്നെ കൊണ്ട് കാണിക്കേണ്ടി വരും. ഈ ചെറുക്കൻ ഇങ്ങനത്തെ ഒരു കഴുതിയായി പോയല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞാൽ പിന്നെ കേട്ടോളൂ, വേണ്ടാന്ന് വെച്ചത് പറയട്ടെ. തിയേറ്ററിലോട്ട് പൊക്കി പിടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ മുതല്. ദൈവമേ, നല്ലൊരു പാത്രം. ഇത് നീ പൊട്ടിച്ചു കളഞ്ഞല്ലേ? ഒച്ച കേട്ടപ്പോഴേ എനിക്ക് തോന്നി. അമ്മ, അതെന്റെ കയ്യിന്ന് വഴുക്കി പോയതാ അമ്മ. എന്നാ കയ്യിന്ന് വഴുതി പോയതാന്ന്? എന്നിട്ട് അവള് കൊണ്ട് അനക്കാതെ വെച്ചേക്കുന്നു അല്ലേ? അമ്മേനെ പേടിച്ചിട്ട് എവിടെ കൊണ്ട് കളയണ്ടേന്നും അറിയത്തില്ലാത്തോണ്ട് അവിടെ വെച്ചതാ. എന്റെ കൊച്ചേച്ചിയുടെ അടുത്ത് കഴിഞ്ഞ മാസം ഞാൻ കൊണ്ടുവന്ന പാത്രം എനിക്ക് കണ്ടിഷ്ടപ്പെട്ട് തരുമോന്ന് ചോദിച്ചിട്ട് അവള് തന്നതാ. എന്റെ ദൈവമേ, അവരുടെ വീട്ടിലെങ്കിലും ഇത് മര്യാദയ്ക്ക് ഇരുന്നേനെ. ഓരോന്ന് മുടിപ്പിക്കാനായിട്ട് അശ്ലീലം പിടിച്ചത്. വെറുതെ അല്ല നിന്നെയൊക്കെ ജനിച്ച വാട തന്റെ തള്ള കൊണ്ട് വല്ല കുപ്പത്തൊട്ടിയിൽ വിട്ടത്, ഉപേക്ഷിച്ച് കളഞ്ഞത്. അത് തന്ത ഉണ്ടായിരുന്ന ആർക്കറിയാം എങ്ങനെയുണ്ടായതെന്നൊക്കെ. ഇങ്ങനെ ഒരു മോതിരെ നശിപ്പിച്ചിട്ട് ഒരു കൂസലും ഇല്ലാതെ നടക്കുന്നത്. കൊണ്ട കളയുന്ന നമുക്ക് അറിയത്തില്ല. ചില്ലും കൊണ്ടോ ഇനി? അമ്മ മോളെ ഓരോന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നുണ്ടല്ലേ? സാരമില്ല കേട്ടോ. സാരമില്ല അച്ഛ, അച്ഛനെങ്കിലും എന്റെ മോളെ പോലെ കാണുന്നുണ്ടല്ലോ, അത് മതി എനിക്ക്. ആരുമില്ലാത്ത എനിക്ക് അച്ഛനെങ്കിലും കിട്ടിയല്ലോ, അത് മതി. മോള് കരയണ്ട, ഞാൻ പോയിട്ട് വരാം. അച്ഛൻ പോയോ? നീ എന്നതാ അച്ഛനോട് പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല അമ്മ. എനിക്ക് മനസ്സിലാകുന്നൊക്കെ ഉണ്ട്. അച്ഛൻ്റെ അടുത്ത് ഭയങ്കര പുന്നാരം ഒലിപ്പീരുവാ നിനക്കല്ലേ? എന്റെ മകനെ കയ്യും കാലും കാണിച്ച് വശീകരിച്ചു. ഇനി എന്റെ കെട്ടിയോനെ. അമ്മേ, വീണ്ടായിരിക്കണേ അവിടെ. എന്റെ ഈശ്വര. നാളെ രാവിലെ തന്നെ വരും മദർ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ രാവിലെ തന്നെ ഞാൻ പോവും. അച്ഛനും അമ്മയും ആശുപത്രി പോയേക്കുമല്ലേ. അവര് വൈകുന്നേരം ഒരു
6:45 7 മണിയാകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും. അവരോടും കൂടെ പറഞ്ഞിട്ട് വേണം എനിക്ക് പോവാൻ. അമ്മയ്ക്ക് സന്തോഷമാകുമായിരിക്കും. ആ പോയ വഴിക്കങ്ങ് പൊക്കോണം. പിന്നെ തിരിച്ചു വിളിക്കാനും കാല് പിടിക്കാനൊന്നും ഞാൻ വരികയില്ല കേട്ടോ. അതെനിക്കറിയാം. എന്തായാലും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം തകർന്നു പോവുകയുള്ളെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത്. നിങ്ങൾ അച്ഛനും അമ്മയും കുടുംബവും ഒക്കെ ഉള്ള ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കുക. അതായിരിക്കും നല്ലത്. അമ്മയ്ക്കും കൂടി ഇഷ്ടമാകുന്നതേ. മോനെ. ആ അമ്മ വന്നെന്ന് തോന്നുന്നു. റിസൾട്ടൊക്കെ നേരത്തെ കിട്ടിക്കാണും, അതായിരിക്കും വേഗം വന്നത്. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനെ അമ്മ പറഞ്ഞേ? അമ്മക്ക് ക്യാൻസർ ആണോ മോനെ നാക്കിന്? ക്യാൻസറോ? എന്തിനാ അമ്മ കരയുന്നേ? മോളെ, അമ്മയ്ക്ക് ക്യാൻസറാ. അത് നാക്കില്. കൂടിപ്പോയ 6 മാസം. അത് കഴിഞ്ഞാ പിന്നെ അമ്മ ഉണ്ടാകൂലെന്നാ ഡോക്ടർ പറഞ്ഞത്. എനിക്ക് എന്റെ മോനെ കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ലടാ. അമ്മ കരയാതെ. അങ്ങനെയൊന്നും പറയണ്ട അമ്മേ. അമ്മ വിഷമിക്കണ്ട. ഈ ഡോക്ടർ എന്ന് പറയുന്ന ദൈവമൊന്നും അല്ലല്ലോ നമ്മുടെ കാലാവധി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ. ഇപ്പൊ എന്ത് നല്ല ചികിത്സകളൊക്കെ ലഭിക്കും. നമുക്ക് എത്ര നല്ല ഡോക്ടറെ കണ്ടിട്ടായാലും അമ്മയുടെ രോഗം മാറ്റാം അമ്മേ. അമ്മ വിഷമിക്കാതെ. മോളെ, നിന്നെ കുത്തി നോവിച്ച നാക്ക് വായിലോട്ട് ഇട്ടില്ല അമ്മ. അതിനു മുന്നേ ദൈവം അമ്മയ്ക്ക് ശിക്ഷ തന്നു. 6 മാസം. കൂടിപ്പോയ 6 മാസം എന്നാ ഡോക്ടർ പറഞ്ഞത് മോളെ. നീ അമ്മയുടെ കൂടെ ഉണ്ടാവൂലേ മോളെ? അമ്മയുടെ കൂടെ ഉണ്ടാവൂലേ നീ? ഞാൻ എവിടെ പോകാനാ? ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും ഇനി എന്തായാലും.